ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ മലയാള അക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട ഒരറിവാണ്. അത് എത്ര പേർക്ക് അറിയാം, എത്ര പേർക്ക് അറിഞ്ഞൂടാ എന്നുള്ളത് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് ഇതൊരു പുതിയ അറിവാണ്. നമ്മളറിയാം, നമ്മൾ മലയാള ഭാഷയിലെ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങളൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക പാറ്റേണിലാണ് സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നതും ഒക്കെ. പക്ഷേ ഈ ഒരു മലയാള ഭാഷയിൽ ചില ലെറ്റേഴ്സ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ആ ഈ ഊ എന്നുള്ളത് സ്വരാക്ഷരങ്ങൾ എന്നുള്ള കൂട്ടത്തിൽ ചില അക്ഷരങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളത്. അതിപ്പോൾ എനിക്കൊരു പുതിയ അറിവാണ്. ഞാൻ പഠിക്കുന്ന കാലത്തും അന്നും അന്നത്തെ ടീച്ചർമാരൊന്നും തന്നെ പറഞ്ഞു തന്നിട്ടുമില്ല. പണ്ട് കാലത്ത് ഈ ഒരു ലിപി അല്ലെങ്കിൽ ഒരു അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്, അതിൻ്റെ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളും ഒന്നും തന്നെ അറിഞ്ഞൂടാ. ഇത് എനിക്കൊരു പുതിയ അറിവാണ്. അപ്പോൾ അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ശരിയാണ്, അപ്പോൾ അങ്ങനൊരു അക്ഷരം ഉണ്ടായിരുന്നു. ഇപ്പം ആ ഒരു ലിപി അതിൻ്റെ. പക്ഷേ അത് എന്തുകൊണ്ടാണ് ആ ഒരു അക്ഷരം ഈ ഒരു മലയാള സ്വരാക്ഷരങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയതെന്നോ എന്തിനാണെന്നോ എന്നുള്ള കാര്യം ഒന്നും അറിയില്ല. ചിലപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിക്കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ആ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞത്. ഓക്കെ, അപ്പം നമ്മളറിയാം സ്വരാക്ഷരങ്ങൾ. അപ്പം വീഡിയോ ഇട്ടാകുമ്പോൾ നമുക്ക് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ആ ഈ. അപ്പോൾ അതിൻ്റെ തന്നെ ചിഹ്നങ്ങൾ ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചിഹ്നങ്ങൾ എങ്ങനെയാണ്? ഓക്കെ, നമ്മൾ അക്ഷരം ഇട്ടിട്ട് ഈ ഒരു ചിഹ്നമാണ് കൊടുക്കുന്നത്. അതായത് ഈ എന്ന് പറയുന്നത് ഈ ഒരു ചിഹ്നം, ഈ ഒരു ഈ ഉ ഇർ. ഓക്കെ, ഇർ കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, ഇത് ഇറിൽ നിന്ന് നേരിട്ട് എയിലോട്ടാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. പിന്നെ എ ഐ ഓ ഔ ഐ ഇത്രയേ ഉള്ളൂ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 4 ലെറ്റേഴ്സുകൾ, ഓക്കെ, 4 ലെറ്റേഴ്സ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാണാം, ഇറ് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് താണ്ട ഇങ്ങനൊരു നാ പോലെ വന്നു. ഓക്കെ, അതിൻ്റെ ചിഹ്നവും ഇങ്ങനെ തന്നെയാണ്. അക്ഷരം എഴുതിയിട്ട് ഇപ്പം ഇത് പാന്ന് എഴുതിയിട്ട് താണ്ട ഇങ്ങനെയാണ് ഈ ഒരു മറ്റു അക്ഷരങ്ങളുടെ ചേർത്ത് എഴുതുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പം ഇതും ഇറ് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഒരു 7 ലക്ഷം. പിന്നെ വേറൊരു ലക്ഷം. ഈ ലെറ്റർ ഒട്ടും തന്നെ, ഈ ലെറ്റർ പിന്നെയും പരിചയമാണ്. ഇറ് എന്ന് പറഞ്ഞൊരു ലെറ്റർ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, പക്ഷേ ഈ ഒരു ലെറ്റർ പഠിച്ചിട്ടേ ഇല്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഓക്കെ, ഒരു പുതിയ. അപ്പം ഈ ഒരു ലെറ്റർ, ഓക്കെ, ഈ ഒരു 2 ലെറ്റർ എന്ന് പറയുന്നത്, ഓക്കെ, ഈ 2 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 20 ഇയേഴ്സ്, അതോ 20 അല്ല, ഏതാണ്ട് ഏകദേശം എനിക്കൊന്ന് ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 30-30 ഇയേഴ്സ്, അതോ അതിൽ കൂടുതലും ആവാം, എനിക്ക് കൃത്യമായിട്ടുള്ള നോളജ് ഇല്ല. എന്നാൽ അത്രയും നാളായിട്ട് ഈ ഒരു ലെറ്റർ മലയാള ലിപിയിൽ കാണാനേ ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഒരു ആവറേജ് ഞാൻ പറഞ്ഞതാണ്. എനിക്കിപ്പോൾ എൻ്റെ ഒരു ഏജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെറ്റർ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് എന്നോട് കണ്ടിട്ടുള്ളവർ ദയവായി കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെറ്റർ ഇലു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, ആ ഈ ഉ ഇർ ഇലു. ഓക്കെ, ഇലു. അപ്പോൾ ഇത് മറ്റു ലെറ്ററുമായിട്ട് എഴുതുന്നത് ഇങ്ങനെ. ഇപ്പം പായാണെങ്കിൽ പായ്ക്ക് താഴെ ഈ ഒരു ലെറ്റർ ഇങ്ങനെ വരും, തിലു. മായാണ്, ഇപ്പോൾ തായാണെങ്കിൽ തായ്ക്ക് താഴെ തിലു. അങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 2 ലെറ്റർ അത് ഇത് തന്നെ ഇലു തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ഇലു. അപ്പോൾ ഇലു എ ഐ ഓ ഔ ആ ഇത്രയായിരുന്നു ലെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു 3 ലെറ്ററുകൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഒന്ന് റ്, ഇലു. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ അറിവാണ്. നിങ്ങൾക്കൊരു പുതിയ അറിവാണോന്ന് ഇല്ല, പലർക്കും അറിയാമായിരിക്കാം എന്ന് തോന്നുന്നു. എങ്കിലും അറിയാവുന്നുള്ളവർ ഇതെന്തുകൊണ്ടാണിത് ഈ ലെറ്റർ എടുത്ത് കളഞ്ഞെന്നുള്ളത് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ല, പുതിയ അറിവുകളായിട്ട് ഇതൊരു പുതിയ അറിവായിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ദയവായി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണോ ഇല്ലയോ എന്ന്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പുതിയ കാര്യങ്ങൾ വീഡിയോ രൂപത്തിൽ എനിക്ക് ഇടാനൊരു പ്രചോദനമാകും. ഓക്കെ, അപ്പോൾ ഈ ലെറ്റർ നമ്മൾ നോക്കുന്നു, ഇലു എന്നാണ്. ഓക്കെ, ഇലു എന്നാണ് ഈ ലെറ്റർ. ഓക്കെ, ഇപ്പോഴത്തെ മലയാള ലിപിയിൽ ഈ ലെറ്റർ ഇല്ല. അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ സ്വരാക്ഷരങ്ങൾ ഇത്രയായിരുന്നു. ആ ഈ ഉ ഇർ ഇലു എ ഐ ഓ ഔ ആ. ഓക്കെ, ഇത്രയായിരുന്നു. ഇപ്പോൾ 3 അക്ഷരങ്ങളില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.